നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുമ്പോൾ ലീഗിൽ പല പ്രാദേശിക വാദങ്ങളുമുണ്ട്. AK അഭിലാഷും അഭിജിത്ത് മുഴക്കുന്നും സോണൽ കൃഷയും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലീഗിൽ പല അടിയൊഴുക്കുകൾ നടക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാദേശികവാദവുമായി മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റികൾ. മത്സരത്തിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കരുതെന്ന് വിവിധ മണ്ഡലം കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥിയാകാൻ സജ്ജരായി പ്രാദേശിക നേതാക്കളും രംഗത്തുണ്ട്. കൊടുവള്ളിയിൽ KM ഷാജിക്ക് പകരം പ്രദേശവാസി മത്സരിക്കണമെന്നാണ് ആവശ്യം. താനൂരിൽ മന്ത്രി V അബ്ദുറഹ്മാനെതിരെ പ്രാദേശിക നേതൃത്വം രംഗത്തു വന്നു. താനൂരിൽ മന്ത്രി V അബ്ദുറഹ്മാൻ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണെന്ന് മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തോടു കൂടെ നിന്നിരുന്ന സമൂഹം ഒന്നടങ്കം UDFന് അനുകൂലമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് മണ്ഡലത്തിലും പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. താങ്കളുടെ പേര് ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. മത്സരിക്കാൻ താല്പര്യമുണ്ടോ? സോഷ്യൽ മീഡിയ ഒരു കാലം ആളുകൾ സ്വാഭാവികമായിട്ട് ആഗ്രഹമുള്ള ആളുകളെ പറയുന്നു എന്നുള്ളൂ. പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞത് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കാൻ തയ്യാറാവും. ഈ മണ്ഡലത്തിൽ വലിയ വികസനം നടത്തി എന്ന് അവകാശപ്പെടുന്ന മന്ത്രി ഇതേപോലെ തന്നെ ഒരുപാട് ഉദ്ഘാടനം നടത്തിയിരുന്നു. ആ ഉദ്ഘാടനം നടത്തിയ പദ്ധതികളൊന്നും ഇതുവരെ പൂർത്തീകരിച്ചില്ല. ഇതേപോലെ തന്നെ ഹാർബറിന്റെ ഉദ്ഘാടനം നടത്തി. ഇപ്പോൾ അവിടെ പാർക്ക് ചെയ്യുന്നവർക്ക് ഫീസ് അടക്കം വാങ്ങിയെന്നല്ലാതെ ഹാർബറിന്റെ നിർമ്മാണം പൂർണ്ണമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണെന്ന് പറയാനാണ്. തീർച്ചയായിട്ടും ഗിമ്മിക്കുള്ള കേരള അസംബ്ലി മണ്ഡലങ്ങളിൽ താനൂരുണ്ട് എന്നുള്ളത് സങ്കടകരം തന്നെ. അഴീക്കോട് മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ടെന്ന ആവശ്യവുമായി യൂത്ത് ലീഗും രംഗത്തെത്തി. തീർച്ചയായും കണ്ണൂരിൽ വരും, വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലുള്ള പ്രതിനിധികൾ മത്സരിക്കും. കണ്ണൂരിൽ പാകപ്പെട്ട ആളുകൾ ധാരാളമുണ്ട്. തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. മത്സരിക്കണം. AK അഭിലാഷും സോണൽ കൃഷ്ണയും അഭിജിത്ത് മുഴക്കുന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നു. ആദ്യം AK അഭിലാഷിലേക്ക്. AK അഭിലാഷ്, കൊടുവള്ളിയിൽ എന്താ സ്ഥിതി? അവിടെ പ്രാദേശിക നേതാക്കളുണ്ട്, മറ്റ് നേതാക്കളൊന്നും പുറത്തുനിന്നും ഇങ്ങോട്ട് വരണ്ട എന്നാണോ ലീഗിലെ പ്രാദേശിക നേതൃത്വം പറയുന്നത്? അഭിലാഷ്, ഡോക്ടർ അരുൺകുമാർ, ഏതാണ്ട് ആ നിലയിൽ തന്നെയാണ് അവിടുത്തെ പ്രാദേശിക ഘടകം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമുള്ളതാണ്. നമുക്കറിയാം MK മുനീർ കൊടുവള്ളിയിൽ മത്സരിക്കില്ലെന്നും അതോടൊപ്പം തന്നെ കോഴിക്കോട് സൗത്തിലോ അല്ലെങ്കിൽ മലപ്പുറത്ത് ഏതെങ്കിലും സുരക്ഷിത മണ്ഡലങ്ങളിലേക്കോ മാറുമോ എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. ഇതോടുകൂടിയാണ് കൊടുവള്ളിയിൽ ആര് സ്ഥാനാർത്ഥിയാവുമെന്നുള്ള കാര്യം ചർച്ചയായത്. ഇതിൽ KM ഷാജിയുടെ പേരാണ് പ്രഥമ പട്ടികയിൽ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന നേതൃത്വം അടക്കം ആ നിലയിലേക്കാണ് കാര്യങ്ങൾ ആലോചിക്കുന്നതെന്നുള്ള സൂചനകൾ കൂടി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി ചേരുകയും അവിടെ പ്രാദേശിക തലത്തിലൊരു നേതാവിനെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യം സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയും ചെയ്തത്. നമുക്കറിയാം 2011 അവിടെ മത്സരിച്ചിരുന്നത് ഉമ്മർ മാസ്റ്റർ ആയിരുന്നു. അന്ന് അദ്ദേഹം 16,000-ലധികം വോട്ടുകൾക്കാണ് അന്ന് ജയിച്ചത്. അതേസമയത്ത് 2016 അവിടെ മണ്ഡലം വെച്ച് മാറുന്ന സാഹചര്യത്തിൽ അന്ന് ഉമ്മർ മാസ്റ്റർ തിരുവമ്പാടിയിലേക്ക് പോവുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ MA റസാഖ് മാസ്റ്റർ കൊടുവള്ളിയിൽ മത്സരിച്ച MA റസാഖ് മാസ്റ്റർ അവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒന്ന് സ്ഥാനാർത്ഥിയാകണമെന്നുള്ള ഒരാവശ്യമാണ് അവിടെ ഉയർന്നു വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് KM ഷാജിയെ പരിഗണിച്ചില്ലെങ്കിൽ പ്രാദേശികവാദം എന്നുള്ള ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒന്ന് അവിടെ മത്സരിക്കുമെന്നുള്ള സൂചനകൾ തന്നെ ലഭ്യമാകുന്നു. അതേസമയത്ത് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ പ്രാദേശിക ഘടകങ്ങളല്ല തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള നിലപാടിലേക്ക് വന്നു എന്നുള്ള കാര്യം കൂടി വരുന്നു. ഏതായാലും KM ഷാജിയുടെ പേരാണ് സംസ്ഥാന പട്ടികയിലുള്ളത് എന്നാണ് നമുക്ക് ആദ്യമായി ലഭിക്കാവുന്ന വിവരം. ഏതായാലും ഇവിടെ പ്രാദേശിക വികാരം ഉയർന്നു വരികയും അതോടൊപ്പം തന്നെ ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും അല്ലെങ്കിൽ പ്രദേശത്തുള്ള ആരെങ്കിലും ഒന്ന് സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ആവശ്യം സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അരുൺകുമാർ, താങ്ക് യു. ഇപ്പോൾ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് സോണൽ കൃഷിയിലേക്ക് കൂടി ഒന്ന് പോകാം. താനൂരിലെ വിവരങ്ങളുമായി സോണൽ കൃഷിയുണ്ട്. സോണൽ കൃഷ, താനൂരിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അബ്ദുൾ റഹ്മാനെതിരെ പ്രാദേശിക നേതൃത്വം ശക്തമായി രംഗത്ത് വരികയാണ്. മുത്തുക്കോയ തങ്ങൾക്ക് മത്സരിക്കാൻ ഒരു ആഗ്രഹമുണ്ട്, ഒരു ചിഹ്ന മോഹം. തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ഏകദേശം 2 ടേമുകളായി 10ഓളം വർഷമായി താനൂർ കേന്ദ്രീകരിച്ചാണ് ഈ മുത്തുക്കോയ തങ്ങൾ പ്രവർത്തിക്കുന്നത്. താനൂർ ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ഈ മുത്തുക്കോയ തങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിൽ വലിയ സ്വാധീനം തനിക്ക് ഉണ്ട് എന്നുള്ളതാണ് മുത്തുക്കോയ തങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. ഒരുപക്ഷെ സ്റ്റാർ കാൻഡിഡേറ്റിനെ ഉൾപ്പെടെ ഈ താനൂർ മണ്ഡലത്തിൽ ഇറക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും കഴിഞ്ഞ തവണ സംഭവിച്ചത് തന്നെ സംഭവിക്കാമെന്നുള്ളൊരു സംശയം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മണ്ഡലം അറിയുന്ന, മണ്ഡലത്തിൽ നിന്നുള്ള, മണ്ഡലത്തെ പഠിച്ച ഒരു സ്ഥാനാർത്ഥി താനൂരിൽ എത്തണമെങ്കിൽ മാത്രമേ V അബ്ദുറഹ്മാനാണ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്നുള്ളതാണ് മുത്തുക്കോയ തങ്ങൾ
നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി മണ്ഡലം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 3 ദിവസമായി ഒരു ജാഥ പ്രാദേശിക തലത്തിൽ നടത്തി വരുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ജാഥയും താനൂര് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. എന്തായാലും PK നവാസ് ഉൾപ്പെടെയുള്ള സ്റ്റാർ കാൻഡിഡേറ്റുകളെ താനൂരിൽ പരിഗണിക്കുന്ന സാധ്യത അല്ലെങ്കിൽ പരിഗണിക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ മുത്തുക്കോയ തങ്ങൾ കൂടി തനിക്ക് പാർട്ടി നിർദ്ദേശിച്ചാൽ താനും മത്സരിക്കുമെന്ന് പറഞ്ഞ് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പ്രാദേശിക തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. താനൂരിൽ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളത് നേതൃത്വം തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത്. അരുൺകുമാർ. ഓക്കെ, സോണലും ഒപ്പം തന്നെ AK അഭിലാഷുമാണ് നമുക്കൊപ്പം ചേർന്നത്. പുറത്തുനിന്ന് ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഞങ്ങൾ തന്നെ ഉണ്ടല്ലോ. ഓരോ പ്രദേശത്തും ഓരോ മണ്ഡലത്തും മികച്ച നേതാക്കൾ ലീഗിനുമുണ്ട്, കോൺഗ്രസിനുണ്ട്, CPM-നുമുണ്ട്. പിന്നെ എന്തിന് പുറത്തുനിന്ന് നേതാക്കളെ കൊണ്ടുവരണം എന്നുള്ളതാണ് ലീഗ് അനുകൂലികളുടെ ചോദ്യം, ലീഗ് പ്രവർത്തകരുടെ ചോദ്യം.